ഒന്ന് ഓളിയിടാൻ പോലും ആകാതെ ശബ്ദം എന്നേ മറഞ്ഞു പോയവൾ അലറിക്കരഞ്ഞു. കണ്ണുകളിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് എഡ്വിൻ്റെ മുഖമായിരുന്നു. ഇത് ഇങ്ങനെയൊരു കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചതിന്. ഇനി അങ്ങനെ തോന്നുമ്പോൾ ഇത് ഓർമ്മ വരണം കേട്ടോ ലച്ചു. കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകി. ഇതാണോ പ്രണയം? ഇതാണോ സ്നേഹം? ഇതാണോ ഇഷ്ടം? അല്ല അല്ല, ഇത് ഭ്രാന്താണ്, ഭ്രാന്ത് മാത്രം. വയ്യ, ഇനിയും സഹിക്കാൻ വയ്യ ഈ വേദന. പോകണം അവൻ്റെ കണ്ണെത്താത്ത ദൂരത്തേക്ക്. അവൻ്റെ മോളെ, അല്ല എൻ്റെ മാത്രം മോളെയും കൊണ്ടുപോകണം. അവൾ തളർന്ന് ബെഡിലേക്ക് വീണു. വരുമ്പോൾ വാങ്ങിയ ഓയിൽമെൻ്റ് എടുത്ത് പൊള്ളിയ ഭാഗത്തിൽ തേച്ചു കൊടുത്തു. അവളൊന്ന് ഞെരുങ്ങി. ഒത്തിരി വേദനിച്ചു ഒലച്ചു. എന്തിനാ നീ ഈ വേദന വാങ്ങുന്നേ? എന്നെ. അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൻ. എന്നെ തകർക്കാൻ നോക്കരുത് ലച്ചു. കൂടെ നീ വേണം. എന്നെ വിട്ട് പോകാമെന്ന് മനസ്സിൽ പോലും കരുതണ്ട. അവൾ മിണ്ടിയില്ല. മിണ്ടാൻ പോലും ആവില്ലായിരുന്നു. അതായിരുന്നു സത്യം. അപ്പു, നീ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ആർദ്ര നിരാശയോടെ അവളെ നോക്കി. അവളില്ലേ, വേണ്ട. നീ വരുന്നുണ്ടോ ആർദ്ര? അവൻ്റെ ശബ്ദമുയർന്നപ്പോൾ ആർദ്ര വേഗം വന്ന് വണ്ടിയിൽ കയറി. കൈ ഉയർത്തി ടാറ്റ കൊടുത്തു. സാറ് വീണ്ടും വഴക്കിട്ടോ? ഏയ്, പിന്നെന്താ മുഖം ഇങ്ങനെ അവളുടെ? അവൾക്ക് വഴക്കടിക്കാൻ പറ്റില്ലേ? ഓ, അങ്ങനെയാണോ? എല്ലാം സംസാരിച്ച് തീർക്കാൻ പോയതാ ഞാൻ ഇന്നലെ. അവൾക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകില്ല എന്ന്. അവൾക്ക് ഒന്നും മറക്കാനാകില്ല എന്ന്. എന്ത് മറക്കാനാകില്ല എന്ന്? അവളുള്ളപ്പോൾ മറ്റൊരു പെണ്ണിനൊപ്പം കിടന്നത്. അത് ആരായാലും അങ്ങനെയല്ലേ സാർ? സാറിന് പറ്റുമോ അപ്പോൾ മറ്റൊരാൾക്കൊപ്പം പോയി എന്നറിഞ്ഞാൽ? ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ഭാവം മാറി വണ്ടി ഒതുക്കി നിർത്തി. അവൾ എൻ്റെയാണ്, എൻ്റെ മാത്രം. അപ്പോൾ സാറിന് എന്ത് വേണേലും ആകാം, അവൾക്ക് പറ്റില്ല എന്ന്. അവൻ നെറ്റിയിൽ വിരലൊടിച്ചു. എനിക്കൊരു തെറ്റ് പറ്റി. അവൾക്കൊന്ന് ക്ഷമിച്ചാൽ എന്താ? ക്ഷമിച്ചില്ല എങ്കിൽ ഇപ്പോൾ എന്താ? എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ സാർ വണ്ടിയെടുക്ക്. ആർദ്ര. അവൻ്റെ സ്വരം പെട്ടെന്ന് മാറി. എനിക്ക് വയ്യടി, അവളില്ലാതെ. എനിക്ക് തെറ്റ് പറ്റി, ക്ഷമ ചോദിച്ചു. പക്ഷേ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ അതൊന്നും പറ്റില്ല. 2 ദിവസം കൂടെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് അവളുടെ കോപ്പിലെ ഈ സ്വഭാവം കൊണ്ട് വരട്ടെ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ആദ്യം പതിയെ തുടങ്ങി. എങ്കിലും അവസാനമായപ്പോൾ ശബ്ദത്തിലെ ഉറപ്പ് കേട്ട് പതറിപ്പോയിരുന്നു അവൾ. അപ്പു. രാത്രിയിൽ TV കാണും നേരമാണ് ആർദ്ര അവളെ വിളിച്ചത്. എന്താടി? നീ സാറിനോട് ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞോ? എന്തിന്? ഇഷ്ടമില്ലാത്തത് കൊണ്ട്. ഓ, അപ്പോൾ വെറുതെ അല്ല സാറ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? സാറ് നിന്നോടുള്ള വാശിക്കാണെന്ന് തോന്നുന്നു. എന്ത്? സാറ് കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അവളൊന്ന് ഞെട്ടി. നാളെ തന്നെ കെട്ടണം എന്നൊരു വാശിയാണ് ആൾക്ക്. നാളെ എന്നോട് ഉടുത്തൊരുങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? അതെ. ഞാൻ ഉറങ്ങട്ടെ. സാർ എനിക്ക് പുതിയ സാരി കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ കിടക്കണം. നാളെ നേരത്തെ പോകണമെന്നാണ് പറഞ്ഞത്. എങ്ങോട്ട്? എന്താ അപ്പു? അതല്ലേ പറഞ്ഞേ നാളെ അമ്പലത്തിൽ പോണു. നീയും പോന്നോ? നിനക്ക് എന്തായാലും അയാളെ വേണ്ടല്ലോ. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. പിന്നെ കെട്ടാൻ പോകുന്നത് അങ്ങനത്തെവളെ ആയിരിക്കും. മിനിറ്റ് വെച്ച് പെണ്ണിനെ മാറ്റുന്നവന് എവിടുന്നാ പെണ്ണ് കിട്ടാൻ? അതൊന്നും നിന്റെ വിഷയമല്ലല്ലോ അപ്പു. അല്ല, എനിക്കറിയാം. ഇന്നലെ നോ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാ നാളെ വേറെ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോകുമെന്ന്. പക്ഷേ കല്യാണം കഴിക്കാൻ പോവാണെന്ന് ഓർത്തില്ല. നിനക്ക് സാറിനെ ഇപ്പോഴും ഇഷ്ടമാണോ അപ്പു? അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലല്ലോ. ഇല്ല, ഇഷ്ടമാണ്, ജീവനാണ്. പക്ഷേ അതേപോലെ പേടിയാണ്. എൻ്റേതല്ലാഞ്ഞിട്ട് കൂടി മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയത് എന്നെ ഇത്രയ്ക്ക് വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ നാളെ എൻ്റേത് മാത്രമായിട്ട് അതുപോലെ ഒന്നുകൂടി ഉണ്ടായാൽ പിന്നെ വേദനിക്കാൻ ഞാൻ ഉണ്ടാകില്ല ആർദ്ര. അപ്പു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. കരയാതെടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. സാരില്ല. നാളെ നല്ല കുട്ടിയായിട്ട് എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം കേട്ടോ. ഞാൻ വരണോ ആർദ്ര? അവളിൽ നിന്നും അടർന്നു മാറി അവൾ പതിയെ ചോദിച്ചു. വാ പ്ലീസ്. എന്നാ പോയി കിടന്നോ, ഞാനും കിടക്കാൻ പോവാ. അപർണ മുറിയിൽ കയറും വരെ അവൾ അവിടെ തന്നെ നിന്നു. ശേഷം തിരിഞ്ഞു നോക്കി. സാർ. ഒരു തൂണിനപ്പുറം നിന്നിരുന്ന അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സാറ് കേട്ടില്ലേ? ഇനി കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. വേണ്ടടോ. എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. കണ്ണുകൾ തുടച്ച് അവന് മുറിയിലേക്ക് കയറിപ്പോയി.
ഇന്ന് വരുന്ന വഴിക്കാണ് തന്നെക്കുറിച്ചുള്ള അഭിപ്രായം അവളോട് ഒന്ന് ചോദിച്ചു നോക്കാൻ പറയുന്നത്. കേട്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി. പക്ഷേ ആ ഉത്തരം ഇതുപോലെ 2 ഹൃദയങ്ങളും വേദനിപ്പിക്കുന്നതായിരിക്കുമെന്ന് അറിയില്ലായിരുന്നു. നന്നായിട്ടൊന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് ഇതാണോ നിന്റെ കോലം? പച്ച നിറമുള്ള പട്ടുസാരി ചുറ്റി കയ്യിലും കഴുത്തിലും ആഭരണങ്ങൾ അണിഞ്ഞ് മുല്ലപ്പൂ വെച്ച് സുന്ദരിയായ ആർദ്രയെ കണ്ട് കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്താടി നോക്കി നിൽക്കുന്നേ? ആരുടെയും കല്യാണമുണ്ടോ? ഉണ്ട്. അറിയില്ലേ? നിനക്ക് അയാളെ വേണ്ടല്ലോ. അതുകൊണ്ട് അയാൾ ഇന്ന് ഒരു പെണ്ണ് കെട്ടാൻ പോവാ. ഇന്നലെ പറഞ്ഞത് മറന്നോ നീ? സത്യം? പിന്നല്ലാതെ. അവളൊന്ന് വിറച്ചുപോയി. ചുമ്മാ പറഞ്ഞതാണെന്നാ കരുതിയത്. പക്ഷേ ഇപ്പോൾ നീ വേഗം വാ, ഈ സാരി എടുത്തു വാ. ഞാനില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ അപ്പു. 2 മാസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകാനൊന്നും പറ്റില്ലടാ. അതുകൊണ്ടാ, ഒന്ന് വാടാ പ്ലീസ്. കള്ളി. അവിടെ കവൾ പതിയെ ഒന്ന് പിച്ചിയിട്ട് ആ കവർ വാങ്ങി. അതിൽ സാരി കൂടാതെ ഇടാനുള്ള ആഭരണം കൂടി ഉണ്ടായിരുന്നു. അപർണ വരുമ്പോൾ തന്നെയാണ് എഡ്വിൻ ഇറങ്ങി വന്നത്. ഗോൾഡൻ കളറുള്ള കുർത്തയും വെള്ള മുണ്ടും ഉടുത്തു വരുന്നവനെ കണ്ട് അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്തൊരു ഭംഗിയാണ്! അവൾ അങ്ങനെ നോക്കിപ്പോയി. അവനും അവളെ നോക്കിയാണ് വന്നത്. തൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളർ ആ സാരി ചുറ്റി സുന്ദരിയായിരുന്നു അവൾ. കണ്ണെടുക്കാൻ തോന്നാത്തത്ര. 2 പേരും കണ്ണും കണ്ണും നോക്കിക്കഴിഞ്ഞെങ്കിൽ വാ, സമയം പോകുന്നു. അപർണ ഞെട്ടലോടെ താഴേക്ക് നോക്കി. ശാരദേച്ചി വരുന്നുണ്ടോ? ഉണ്ട്. എന്തേ അവർ വരുന്നതിൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ അപർണ? എഡ്വിൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പതറി. വാടി. ഒരല്പം പന്തികേട് തോന്നിയെങ്കിലും അവൾ അവർക്കൊപ്പം ഇറങ്ങി. അമ്പലത്തിൽ തങ്ങളെ കാത്തു നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും അനിയനെയും കണ്ടപ്പോൾ അപർണയ്ക്ക് സന്തോഷം തോന്നി. ഒപ്പം ചെറിയൊരു പന്തികേടും. അമ്മേ! മോൻ രാവിലെ തന്നെ വരണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങിയതാണ്. അച്ഛൻ്റെ എന്ന് പറഞ്ഞു തരാൻ ഒന്നുമില്ല. എന്നാലും ഇതുകൂടെ ഇട്ടേക്കു. അവർ ബാഗ് തുറന്ന് ഒരു മാലയെടുത്ത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു. ഇതെന്തിനാ അമ്മേ? പിന്നെ കല്യാണത്തിന് ഒന്നും തരാതെ എങ്ങനെയാടി? കല്യാണമോ? ആരുടെ? അവരെന്തോ പറയും മുന്നേ പൂജാരി വിളിച്ചു. അനുഗ്രഹം വാങ്ങി വരാൻ സമയമായി സാർ. ആർദ്ര പറഞ്ഞപ്പോൾ അവൻ വേഗം അപർണയ്ക്കരികിലേക്ക് നടന്നു. ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ലായിരുന്നു അമ്മേ. പക്ഷേ ഇപ്പോൾ തോന്നുന്നുണ്ട് കുറച്ചുനാൾ മുന്നേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന്. നീലിമയുടെ കൈപിടിച്ച് പറയുമ്പോൾ അവൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു. അവരുടെ 2 പേരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവൻ. വേഗം അനുഗ്രഹം വാങ്ങിയിട്ട് വാടി. എന്ത് എന്ന് ആലോചിച്ചു നിന്നവൾ യാന്ത്രികമായി അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട പൂത്താലി അവളുടെ കഴുത്തിലേക്ക് ചേരുന്നത് നിറഞ്ഞ കണ്ണുകളോടെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അവിടെ തന്നെ രജിസ്റ്റർ സൈൻ ചെയ്തിറങ്ങി. 30 ദിവസം കഴിഞ്ഞാൽ ലീഗലായി പേപ്പർ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവന് സമാധാനമായി തോന്നി. എല്ലാവരുടെ മുഖത്തും ചിരിയാണ്, സന്തോഷമാണ്. അവളെ തന്നെ നോക്കി നിന്ന എഡ്വിൻ അവൾക്കരികിലേക്ക് നടന്നു. ആദ്യം പറഞ്ഞ നീ സമ്മതിക്കില്ല എന്ന് തോന്നി, അതാ പറയാഞ്ഞത്. അവൾ മിണ്ടിയില്ല. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടയ്ക്കുക മാത്രം ചെയ്തു. ദാ ഈ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് പറയാൻ ഞാൻ, അപർണയല്ലാതെ മറ്റൊരു പെണ്ണും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഞാൻ മരിച്ചു പോയാലോ? അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നൊരു ആന്തൽ പുറത്തേക്ക് വന്ന് പിടിച്ചു നിർത്തി. എഡ്വിന് ജീവനുള്ളിടത്തോളം അപർണയ്ക്ക് പകരം മറ്റാരും ഉണ്ടാകില്ല. ആരും. സത്യമാണോ? സത്യം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ മാത്രം അല്ല അപർണ, കുഞ്ഞിൻ്റെ അമ്മയെയും വേണം ഈ ജീവിതം മുഴുവൻ. അവൻ്റെ നെഞ്ചിലേക്ക് അങ്ങനെ ചേർന്ന് നിന്നു. ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലേ ഈ നിമിഷം? ഉണ്ടായിരുന്നു. ആ കൈകൊണ്ട് താലി ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ആണെന്ന് ഇനി ധൈര്യമായി പറയാലോ എന്ന്. ഒരിക്കൽ കൂടെ വിശ്വസിക്കുകയാണ് ഞാൻ. ഒരിക്കൽ കൂടെ. ചതിച്ചാൽ പിന്നെ ഞാനില്ല. മഹാദേവ, ഈ സന്തോഷം ഈ ജന്മം മുഴുവൻ അനുഭവിക്കാൻ എനിക്ക് കഴിയണേ. വീട്ടിലെത്തിയപ്പോൾ അവരെ അവിടെ നിർത്തി ആർദ്ര അകത്തേക്ക് കയറി. ഇവിടെ നിൽക്കൂ, ഇപ്പോൾ വരാം. അവൾ അകത്തേക്ക് കയറി കത്തിച്ച മെഴുകുതിരിയുമായി വന്നു. സാറിൻ്റെ പെങ്ങളാണ് ഞാൻ. ആ നിലയ്ക്ക് എനിക്ക് വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റാലോ? നീലിമയോടായി ചോദിച്ചപ്പോൾ അവർ ചിരിയോടെ തലയാട്ടി. വാ അപ്പോ. മെഴുകുതിരി വാങ്ങും നേരം അവൾ എഡ്വിനെ ഒന്ന് നോക്കി. വാ. അവൾ അകത്തേക്ക് കയറി മെഴുകുതിരി യേശുവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ടേബിളിൽ വെച്ചു. ഈ സാരിയൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. വേണ്ട വേണ്ട, നല്ലൊരു സദ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് മാറാം. അവൾ ശരിയെന്ന അർത്ഥത്തിൽ ആർദ്രയെ നോക്കി. അവൾക്ക് അവൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലണമെന്നും സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു. അവന് തിരിച്ചു. അപ്പു വേണേൽ കുറച്ചു നേരം പോയി കിടന്നു. ആർദ്ര താനും. ഫുഡ് വരുമ്പോൾ അമ്മ വിളിക്കാം. അവൾ ആശ്വാസത്തോടെ നീലിമയെ നോക്കി. ശരി ആൻറ്റി. അപ്പു ഒരു ആശ്വാസത്തോടെ മുറിയിലേക്ക് കയറി കിടന്നു.
കഴുത്തിൽ കിടന്ന താലിയൊന്ന് കയ്യിലെടുത്ത് ചുംബിച്ചു. എൻ്റെയാണ്, എൻ്റെ മാത്രം. ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ എന്തായാലും തനിക്കരികെ കാണുമല്ലോ, അത് മതി. ആ സമാധാനത്തോടെ അവൾ കിടന്നു. കിടന്ന പാടെ ഉറങ്ങുകയും ചെയ്തു. രാത്രി പാലുമായി വന്നവളെ കാണെ അവൻ ചിരിയോടെ ഒന്ന് നോക്കി. ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് വിചാരിച്ച ദിവസം. അവളുടെ തെളിഞ്ഞ മുഖം അവയിൽ പുഞ്ചിരി വിടർത്തി. കയ്യിലിരുന്ന പാൽ വാങ്ങിച്ചു. മധുരമുണ്ടോ? ചിലപ്പോൾ ഉപ്പാണേലോ, വിശ്വസിക്കാൻ പറ്റില്ല. അവൾ പകപ്പോടെ ഒന്ന് കുടിച്ചു നോക്കി. എങ്ങനെ, മധുരമുണ്ടോ? ഉണ്ട് സാർ, നോക്കട്ടെ. കയ്യിൽ നിന്നും പാല് വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. അവളോടും പ്രതികരിക്കാതെ തന്നെ ആ ചുണ്ടുകളിൽ അമർത്തി ഉമ്മ വെച്ചു. ഇന്നലെ തടഞ്ഞത് ഇന്ന് അവകാശത്തോടെ അവൻ നേടിയിരിക്കുന്നു. അപ്പു ഇരു കൈകളും അവളുടെ കവിളുകളിൽ വെച്ച് മുഖത്തേക്ക് നോക്കി. ഇഷ്ടമല്ലേ എന്നെ? അറിയാതെ അങ്ങനെ മൂളിപ്പോയി. പിറകിലൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് മുല്ലപ്പൂവിൻ്റെ വാസന. അപ്പൂസേ. കൊതിയാവ അപ്പു, നിന്നെ വേണമെന്ന് തോന്നാടാ. അവൾ മിണ്ടിയില്ല. തൊട്ടോട്ടെ ഞാൻ? എങ്ങനെ മൂളാതെ ഇരിക്കും? അത്രയും വലിയൊരു മായാജാലക്കാരനാണ് അവൻ എന്ന് തോന്നിപ്പോയി. തൻ്റെ മനസ്സിലുള്ളത് എങ്ങനെ കണ്ടുപിടിച്ച് പറയുന്ന ഒരുത്തൻ. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഒരു പൂമുട്ട്. അങ്ങനെയാണ് തോന്നിയത്. എൻ്റെ പ്രിയപ്പെട്ടവൻ. കുറച്ച് നാൾ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റില്ലല്ലോടാ. അതെന്താ? അപ്പോഴേക്കും ഈ വയർ വലുതാകില്ലേ, ആർദ്രയെ പോലെ? അവിടെ പോയിട്ട് എന്താ വിശേഷം ഒന്നും ചോദിച്ചില്ല താൻ. അതെന്താ ചോദിക്കാഞ്ഞേ? അവൾക്ക് വിശേഷമാവില്ലേ, അതാ. അവിടെ പോയിട്ട് അവരവിടെ ഏതോ വൈദ്യമഠം, അവിടെ ചികിത്സയ്ക്ക് പോവാ. അവിടെ പോയാൽ ദേവൻ സാറിന് ശരിയാവോ? എണീറ്റ് വന്നിട്ട് അവളെ വിളിക്കും എന്നാണ് വാക്ക്. അപ്പോൾ ആളുടെ ഭാര്യയോ? ഞാൻ ചോദിച്ചില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ അവളൊന്നും സംസാരിച്ചില്ല. കഴിഞ്ഞോ സംശയങ്ങൾ? എന്തേ? എനിക്ക് കുറച്ച് സംശയമുണ്ട്, തീർന്നു തരുമോ? വേണ്ട, എന്തേലും വഷളത്തരമായിരിക്കും. അവൻ ചിരിയോടെ അവളുടെ നഗ്നമായ കഴുത്തിലേക്ക് മുഖം ചേർത്തു. നമുക്ക് ഹണിമൂൺ പോയാലോടാ? പോവാ. എങ്ങോട്ടാ? എങ്ങോട്ടാ പോവണ്ടേ? അറിയില്ല. എവിടെയായാലും സാറിൻ്റെ കൂടെയല്ലേ, അത് മതി. മതിയോ? എന്നാൽ നാളെ തന്നെ പോകാം. അപ്പോൾ എല്ലാം ആർദ്ര ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അവൾ മിടുക്കിയാണ്, അവളത് ചെയ്തോളും. ഒന്നുമില്ല എങ്കിലും ഇക്കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി ബിസിനസ് മാൻ ഓഫ് ദി ഇയർ വാങ്ങിയ ആളല്ലേ. അവളുള്ളത് കൊണ്ടാണ് അത് അവന് കിട്ടിയത് എന്ന് ദേവൻ കഴിഞ്ഞ തവണ കൂടി പറഞ്ഞതേയുള്ളൂ. അപ്പോൾ ഈ വർഷം സാറിന് കിട്ടാൻ വേണ്ടിയാണോ അവളെ കൊണ്ടുവന്നേ? സത്യം പറഞ്ഞ അതൊരു വാശിക്ക് ചെയ്തതാണ്. അവളാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് പാവമാണ്. അവളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയോ നിനക്ക്? എന്താ? അവൾക്ക് ആരുമില്ല, അച്ഛനും അമ്മയും ആരും. സത്യം? അവളൊന്ന് ഞെട്ടിയിരുന്നു. അതെ, എന്നിട്ടും കളിച്ച് ചിരിച്ച് നടക്കുന്നത് നമ്മൾ അവളെ വിട്ട് കളയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ? പറ. സാറിൻ്റെ അനിയത്തിക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ട്, സാറിനെ ഒന്ന് ചോദിച്ചൂടെ? ഒരു പക്ഷേ അവൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലോ? ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പം നിൽക്കാം, പോരെ? എൻ്റെ അപ്പു ആദ്യമായിട്ട്, അതും ആദ്യരാത്രിയായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ല എങ്കിൽ മോശമല്ലേ? സാർ, എന്താ ശരിക്കും പ്രശ്നം? എൻ്റെ കയ്യിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അവളെ മാത്രം പറയില്ല. അന്ന് അച്ഛൻ മരിച്ച ഡിപ്രഷനിൽ ഇരിക്കുന്ന അമ്മ, ബിസിനസ്, ആരെ നോക്കണം എന്ത് നോക്കണമെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞപ്പോൾ അവളെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ആ സമയം മുതലെടുത്തതുപോലെയാണ് വിഹാൻ അവളെ വീഴ്ത്തിയത്. അവനോടൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് അമ്മ കൂടി നഷ്ടമായി. അതോർക്കുമ്പോൾ അനാഥനായി പോയ വിഷമം ശരിക്കറിയാം എനിക്ക്. അതുകൊണ്ടാണ് ആർദ്ര തനിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ വിട്ടുകളയാഞ്ഞത്. അവൾ അവനെ നോക്കിക്കിടന്നു. മുഖമുയർത്തി നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്തേ സാർ, ഇതൊന്നും ആദ്യം പറയാഞ്ഞതെന്താ? തോന്നിയില്ല. ഇപ്പോൾ തോന്നിയോ? ഇപ്പോൾ എനിക്ക് ഭാര്യയുണ്ട്, അവളോട് എല്ലാം ഷെയർ ചെയ്യണ്ടേ? അവൾ ചിരിയോടെ അവനെ നോക്കി. ഉറക്കം വരുന്നില്ലേ നിനക്ക്? ഉറങ്ങിക്കോ, നാളെ വൈകിട്ട് പോകാം. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നെ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ നേരം വൈകിയിരുന്നു. 9 മണി കഴിഞ്ഞു. അവൾക്ക് ചമ്മൽ തോന്നി. എങ്ങനെ താഴേക്ക് പോവാ? സാറ് നേരത്തെ എഴുന്നേറ്റ് കാണും. ഒന്ന് വിളിച്ചതുമില്ല. അവൾ ബ്രഷ് ചെയ്യാൻ നേരം അത് തന്നെ ഓർത്തു നിന്നു. എഴുന്നേറ്റോ അപ്പു? സാറെന്താ എന്നെ വിളിക്കാഞ്ഞത്? മോർണിംഗ് കിസ് എന്ന് പറയലും അടിച്ചുണ്ട് മുഴുവൻ നുകർന്നിരുന്നു അവൻ. അവൾക്കൊന്ന് തടയാൻ പോലും കഴിഞ്ഞില്ല. പല്ല് തേച്ചിട്ട് കഴുകിയില്ലേ നീ?
നിങ്ങളോട് ആരു പറഞ്ഞു ഓടി കിതച്ച് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അപ്പോൾ കഴുകിയില്ല. ഇല്ല, സാരല്ല, എനിക്കിഷ്ടായി. എന്നിട്ട് ഒന്നുകൂടെ അവൻ ആ ചുണ്ടുകൾ ഏറ്റുവാങ്ങി. വായ കഴുകി തുപ്പിക്കുമ്പോൾ അവൾ ചിരിയോടെ നിൽപ്പുണ്ട്. 2 പ്രാവശ്യം പല്ല് തേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉവ്വ, വേഗം കുളിച്ച് വാ, വിശക്കുന്നു. ഇപ്പോൾ വരാം. അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് പോകുന്നുണ്ടോ രണ്ടാളും? പോകണമെന്നാണ്. താൻ നോക്കില്ലേ ഓഫീസൊക്കെ? പിന്നെ നോക്കാലോ. സാറിന് എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? ആണ്. ആർദ്ര കള്ളം പറയില്ല. ആരു പറഞ്ഞു? ഞാൻ കള്ളം പറയാറുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി മാത്രമായിട്ട്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഞങ്ങൾ പോയിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് വരാം. 4 ദിവസം? ചിലപ്പോൾ കൂടും. അതെനിക്കറിയാം. അപ്പോൾ എഴുന്നേറ്റില്ലേ സാർ? അവൻ മേലേക്കൊന്ന് നോക്കി. ദേ വരുന്നു. അപർണയ്ക്ക് തെല്ലൊരു ചമ്മലുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ക്ഷീണം തോന്നുന്നുണ്ടോടാ? അവനൊന്ന് പകച്ചു. ക്ഷീണം? അവനെ നോക്കിയപ്പോൾ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞാണിരിപ്പ്. സാറ് പറഞ്ഞു ഇന്നലെ നിനക്ക് വല്ലാതെയായി പോയി എന്ന്, നല്ല ഛർദിയായിരുന്നു എന്ന്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതിയാ വിളിക്കാഞ്ഞതെന്ന്. അത് ഇപ്പോൾ ഓക്കെയാണ്. അതെനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം അത്രയ്ക്കങ്ങ് പിടിച്ചില്ല, അതാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ആർദ്ര. എന്നാ ഇരിക്കെ, ചായ കൂടെ എടുത്തിട്ട് വരാം. അവൾ അടുക്കളയിലേക്ക് നടന്നപ്പോൾ എഡ്വിൻ വാ പൊത്തി ചിരിച്ചു. എന്തിനാ അങ്ങനെ പറഞ്ഞേ സാർ? പിന്നെ നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച് നേരം വൈകി എന്ന് പറയാം. യോ ഇയാള്. ഇപ്പോൾ ക്ഷീണമുണ്ടോ നിനക്ക്? ഇല്ല, ഉറങ്ങിയപ്പോൾ മാറി. നമ്മുടെ മോനോ? അവനും ഓക്കെയാണ്. അത് മതി. വൈകിട്ട് പോവാട്ടോ നമുക്ക്. എങ്ങോട്ടാ? അത് സർപ്രൈസ്. അവൾ ഒരു ചിരിയോടെ അവനെ നോക്കി. എന്താടീ ചിരിക്കുന്നേ? ഈ ദേഷ്യമൊക്കെ പുറമോടിയാണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. ആണോ? കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തരാം. എന്ത് പറയുന്നു? ഇപ്പോൾ വേണ്ട, ക്ഷീണമാവും. അത് ശരിയാ. ഇനി അവിടെ ചെന്നിട്ട്. അതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ആർദ്ര ചായയുമായി എത്തിയിരുന്നു. ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്കാണ് ആർദ്ര എത്തിയത്. ബാഗൊക്കെ പാക്ക് ചെയ്തു അപ്പു? ഇല്ല, നീയും കൂടെ വാ. അവളും കൂടെ ചെന്നാണ് ബാഗ് പാക്ക് ചെയ്തത്. അവിടെ മരുന്നുകളെല്ലാം എടുത്തു വെച്ചു. അപ്പു, അവിടെ ചെന്ന് മരുന്നൊക്കെ കഴിക്കണേ. കഴിച്ചോളാം. ഛർദ്ദിക്കാൻ തോന്നുന്ന ഒന്നും കഴിക്കണ്ട. ഇല്ല, ശ്രദ്ധിച്ചോളാം. പുതിയതായി വാങ്ങിയ തണുപ്പ് കുപ്പായം എടുത്തു വെക്കുമ്പോൾ അവളൊന്ന് നോക്കി. ഇതെന്തിനാ? എന്തായാലും മരുഭൂമിയിലേക്ക് ഹണിമൂൺ പോകില്ല എന്ന് എനിക്കറിയാം. ഇരിക്കട്ടെ, അവിടെ പോയിട്ട് തപ്പി നടക്കണ്ട. താങ്ക്സ് ഡാ. എല്ലാം വെച്ചിട്ടുണ്ട്. നീ ഒന്നുകൂടി നോക്കണേ അപ്പു. നീയല്ലേ എടുത്തു വെച്ചേ. ഇനി എനിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞില്ലേ എഡ്വിൻ? കഴിഞ്ഞു സാർ. അപ്പു, ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. ആർദ്ര താഴേക്ക് നടന്നു. അവനും. ശാരദേച്ചി, ഇവളെയൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നോക്കിക്കോളാം കുഞ്ഞെ. പോയിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേ ചേച്ചിക്ക്? എനിക്കൊന്നും വേണ്ട. മോളെയും കൊണ്ട് വേഗം ഇങ്ങ് തിരിച്ചു വന്നാൽ മതി. ഛർദി മാറാത്തത് കൊണ്ട് ചെറിയൊരു പേടി. അതിനവൾക്ക് അത്രയൊന്നും ഇല്ല ചേച്ചി. കുഞ്ഞൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചോളാം. താൻ പറഞ്ഞത് വിശ്വസിച്ചതാണ് ഈ പേടി. അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇപ്പോൾ പറയാനും പറ്റില്ല. അപ്പോഴേക്കും അപർണ റെഡിയായി വന്നിരുന്നു. അവൾ ആർദ്രയെ കെട്ടിപ്പിടിച്ചു. പോയിട്ട് വരാം. സന്തോഷമായിട്ട് പോയിട്ട് വാ. തിരിച്ചു വരുമ്പോൾ ഇതിലും സന്തോഷമുണ്ടാവട്ടെ. അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പോയിട്ട് വരാം ചേച്ചി. അവർക്ക് നേരെ തലയും നാട്ടിയിട്ട് അവർ വണ്ടിയിൽ കയറി. പോകുമ്പോൾ ഒന്നുകൂടെ അവൾ കൈ ഉയർത്തി കാണിച്ചു. ആർദ്ര തിരിച്ചു.